സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം ശ്രീനാരായണപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആദരണീയരായ എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. പൂണേക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ലക്ഷാർച്ചന യജ്ഞത്തിൽ ഏതെങ്കിലും പ്രകാരത്തിൽ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ച എല്ലാ ഭക്തജനങ്ങളും പൂർവജന്മ സുഹൃത്തുക്കളാണ്. ഈ സായാഹ്നത്തിൽ ക്ഷേത്രാധിഷ്ഠിതമായി ഈശ്വരീയമായ ആരാധനാക്രമത്തെക്കുറിച്ച് ചുരുങ്ങിയ സമയം കൊണ്ടൊന്ന് വിശദീകരിക്കാം. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂട്ടാത്തവരും ഉണ്ടായ നാട്ടിൽ നാം പഠേൽ സംസ്കൃതിയും വാണി സംസ്കൃതം പഠിക്കരുത്, പ്രാതസ്നാനം ന കുര്യാത്, പ്രഭാതത്തിൽ കുളിക്കരുത്, സന്ധ്യാം ന കുര്യാത്, ഈശ്വര ഭജനം ചെയ്യരുത് എന്നുള്ള വിലക്കുകളൊക്കെ നടമാടിയിരുന്ന നാടാണ് നമ്മുടെ. ഇതിൽ നിന്നും സ്വതന്ത്രമായി ചിന്തിക്കുവാനും പഠിക്കുവാനും സംഘടിച്ച് ശക്തരാകുവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധത നേടുവാനും ഈശ്വര സങ്കേതങ്ങൾ സൃഷ്ടിക്കുവാനും ആരാധന നടത്തുവാനുമുള്ള പരമമായ സ്വാതന്ത്ര്യം നമുക്കുണ്ടായത് ഋഷികളിൽ ആധുനികനും പ്രഭാവശാലികളിൽ പ്രമാണികനും ആയ യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഗുരുദേവൻ നമുക്ക് നേടിത്തന്ന ആ സ്വാതന്ത്ര്യം അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ഗുരുധർമ്മത്തിലൂടെ അഭ്യുദയ നിശ്രേയസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ആ മാർഗത്തെ അനുസന്ധാനം ചെയ്യുന്ന ഗുരുഭക്തരാണ് നമ്മൾ. ഈശ്വര ആരാധനയ്ക്ക് യുഗധർമ്മമനുസരിച്ച് ഓരോ പദ്ധതികൾ ഗുരുക്കന്മാർ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കൃതൗ ശ്രുത്യുക്താചാരഃ ത്രേതായ സ്മൃതി സംഭവ ദ്വാപരേത്തു പുരാണോക്ത കലൗ ആഗമസമ്മത. നിർഗുണ നിരാകാരമായ ഈശ്വരാരാധനയും കൃതയുഗത്തിൽ, സഗുണ നിരാകാരമായ യാഗാദി കർമ്മങ്ങളിലൂടെയുള്ള ത്രേതായുഗത്തിലെ ആരാധനയും ദ്വാപരയുഗത്തിലെ പുരാണ പ്രതിപാദ്യമായ ആരാധനയും കാലഹരണം വന്നപ്പോൾ ഋഷിപ്രോക്തമായ സമ്പ്രദായമാണ് കലൗ ആഗമസമ്മത. തന്ത്രശാസ്ത്ര വിധിപ്രകാരമുള്ള ഈശ്വരാരാധനയ്ക്കാണ് കാലഘട്ട പ്രസക്തി. ദീർഘവീക്ഷണശാലിയായ ശ്രീനാരായണ ഗുരുദേവൻ ഇത് കണ്ടറിഞ്ഞ് തന്നിൽ നിന്നും സമൃദ്ധമായിരിക്കുന്ന ചൈതന്യത്തിനെ ലോകത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ഒരു ശിലാഖണ്ഡത്തിൽ സന്നിവേശിപ്പിച്ച് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി, അത്തരത്തിലൊരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിക്കൊണ്ടാണ് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കുന്നത്. ആ ക്ഷേത്രത്തിൽ ശാസ്ത്രമുണ്ട്, നിത്യനിദാനങ്ങൾക്ക് സംവിധാനങ്ങളുണ്ട്. അതെല്ലാം ഇന്നും അനവരത മനസ്യൂതം ഗുരു പാരമ്പര്യമനുസരിച്ച് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിൽ ആ ഋഷി പരമ്പരയുടെ അനുഗ്രഹത്താൽ ഇന്നും ചൈതന്യം തുളുമ്പി പരിലസിക്കുന്ന പുണ്യസങ്കേതമായി പൂണേക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നിലകൊള്ളുകയാണ്. ക്ഷേത്രത്തില് ധാർമ്മികമായും സാംസ്കാരികമായും വൈജ്ഞാനികമായും
ഭക്തിപരമായും എല്ലാ കാര്യങ്ങളും നടക്കേണ്ട സംവിധാനമാണ് ക്ഷേത്രം. സമൂഹത്തിൻ്റെ സർവോന്മുഖ വികാസത്തിന് കേന്ദ്രസ്ഥാനമായി മാറേണ്ട സങ്കേതമാണ് ക്ഷേത്രം. അതുകൊണ്ട് തന്നെ 4 പ്രകാരത്തിലുള്ള യോഗങ്ങൾ ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ വേണ്ടി മാനവ സമൂഹത്തിൽ 2 കാര്യങ്ങളാണല്ലോ ജീവിത ലക്ഷ്യത്തിൽ. ഒന്ന്, ഭൗതികമായ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവണം. അന്തിമത്തിൽ അക്ഷയമായ മോക്ഷപ്രാപ്തി, ഈശ്വരപ്രാപ്തി ഉണ്ടാവുകയും വേണം. ഈ 2 കാര്യങ്ങളും ഉണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണം? അതിന് ഈശ്വരാരാധന എന്ന മാർഗം മാത്രമേ ഉള്ളൂ. ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നു, അനന്യശ്ചിന്തയന്തോമാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഇതര ചിന്തകളെ വിട്ട് നീ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചാൽ, ഇവിടെ എന്നിൽ എന്ന് പറഞ്ഞാൽ ഈശ്വരിൽ എന്നാണ് അർത്ഥം. യേ ജനാഃ പര്യുപാസതേ, ഏതൊരു ജനങ്ങളാണോ അങ്ങനെ എന്നെ ഉപാസിക്കുന്നത് അവരുടെ യോഗക്ഷേമം വഹാമ്യഹം, യോഗവും ക്ഷേമവും ഞാൻ വഹിച്ചുകൊള്ളും. യോഗ ശബ്ദത്തിനർത്ഥം അപ്രാപ്തസ്യ പ്രാപനം യോഗ, ഇതുവരെ ലഭിക്കാത്തതിനെ നമുക്ക് നൽകുക, നമുക്ക് ലഭിക്കുക, അതാണ് യോഗം. പ്രാപ്തസ്യ സംരക്ഷണം, അങ്ങനെ ലഭിച്ചതായതിനെ സംരക്ഷിക്കുക, ക്ഷേമം. ആധ്യാത്മികവും ഭൗതികവുമായിരിക്കുന്ന 2 ഐശ്വര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യാൻ ഈശ്വരന് മാത്രമേ സാധ്യമുള്ളൂ. അതുകൊണ്ട് സർവശാസ്ത്രമയായിരിക്കുന്ന ഗീതയെക്കുറിച്ച് ഗുരുദേവൻ പറഞ്ഞത് പരമാർത്ഥമെന്നാണ്. പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂതദയാക്ഷമാപ്തിയാം സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ. ആ പരമാർത്ഥമാണ് ഭഗവത്ഗീത. എല്ലാവർക്കും പ്രാമാണികമായ ഗ്രന്ഥമാണ്. എല്ലാ ശാസ്ത്രങ്ങളും അംഗീകരിക്കുന്ന സർവശാസ്ത്രമയാണ് ഗീത. അത് പഠിക്കണം. 4 യോഗങ്ങൾ ഈശ്വര ഉപാസനയ്ക്ക് വേണ്ടി ഗുരുക്കന്മാർ പ്രദാനം ചെയ്തു. ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, രാജയോഗം. ഭക്തിയോഗം എന്നുള്ളത് സാത്വസ്മിൻ പരമപ്രേമരൂപ. ഭക്തി എന്നതിന് നിർവചനം ഭക്തശിരോമണിയായ നാരദ മഹർഷി തൻ്റെ ഭക്തി സൂത്രത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: സാത്വസ്മിൻ പരമപ്രേമരൂപ, അസ്മിൻ ഈശ്വരനിൽ പരമപ്രേമ. ഈശ്വരോപാസനയ്ക്ക് എന്നെ അവലംബനം, എന്നെ അനുസന്ധാനം ചെയ്യുന്നത് ദുഃഖിതര്, ആർത്തന്മാര്. സുഖസമൃദ്ധമായിട്ട് ജീവിക്കുമ്പോൾ ആരും ഈശ്വരനെ വിളിക്കാറില്ല. അതുകൊണ്ടായിരിക്കാം കുന്തി ദേവി പ്രാർത്ഥിച്ചത്, കൃഷ്ണ എനിക്ക് ഒന്ന് ദുഃഖം തരണേന്ന്. എല്ലാവരും സുഖത്തെ പ്രാർത്ഥിക്കുമ്പോൾ കുന്തി ദേവി പ്രാർത്ഥിച്ചത് എന്നും ദുഃഖം തരണേന്നാണ്. കാരണം ദുഃഖം വരുമ്പോഴാണ് ആരെ വിളിക്കുക? ഈശ്വരനെ വിളിക്കുക. ആർത്തോ ജിജ്ഞാസു, ആർത്തന്മാര്, ദുഃഖിതരായിട്ടിരിക്കുന്നവര്. പല കാരണങ്ങളെ കൊണ്ടൊക്കെ ആവാം ദുഃഖം ഉണ്ടാവുക. ജിജ്ഞാസു, അറിയാൻ ആഗ്രഹമുള്ളവർ, പ്രപഞ്ച രഹസ്യം എന്താണ് എന്ന് ഉള്ള ജിജ്ഞാസു. ജ്ഞാതും ഇച്ഛ ജിജ്ഞാസ, അറിയുവാനുള്ള ആഗ്രഹമുള്ളവർ, അറിവിനെ തേടുന്നവർ. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ, അറിവിന് തുല്യമായി വേറൊന്നുമില്ല. ചതുർവേദങ്ങളിൽ ഋഗ്വേദത്തിൻ്റെ മഹാവാക്യം തന്നെ പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ്. അറിവാണ് ഈശ്വരൻ. ശ്രീനാരായണ ഗുരുദേവൻ ഈശ്വരൻ എന്ന് പ്രയോഗിക്കേണ്ട പല സ്ഥലത്തും അറിവ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അറിവ് നിജസ്ഥിതി അറിഞ്ഞിടാനായി. അറിവ് ജ്ഞാനമാണ്. അപ്പോൾ ഭക്തന്മാരിൽ ആർത്തരും ജിജ്ഞാസു, അറിയാൻ ആഗ്രഹിക്കുന്നവരും, അർത്ഥാർത്ഥി, ആഗ്രഹങ്ങളെ സാധിക്കാൻ, ധനസമ്പാദത്തിന് വേണ്ടി,
പിന്നെ അർത്ഥാർത്ഥികൾ മാത്രമാണ് ഈശ്വരോപാസകരിൽ കൂടുതലും. അതും തെറ്റല്ല. ജ്ഞാനീച്ച ഭരതർഷഭ, നാലാമത്തെ ആളാണ് ജ്ഞാനി. ജ്ഞാനി ഭക്തോ നിത്യയുക്ത, മാറ്റമില്ലാത്തവനാണ്. ആർത്തൻ വന്നു കഴിഞ്ഞാൽ, സുഖമൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ, രോഗദുരിതം മാറി കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നെ ഭഗവാനെ വിളിക്കാണ്ടാവും. ജിജ്ഞാസുവിന് വേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹവും പിന്മടങ്ങാം. അർത്ഥാർത്ഥി വേണ്ടത്ര ധനസമ്പാദന ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഭഗവാനെ വിളി ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്രിയൻ ഭക്തൻ ജ്ഞാനിയാണെന്ന് ഭഗവാൻ ഗീതയിൽ പറയാം. അപ്പോൾ അതിൽ ശങ്കര ഭാഷ്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഭക്തന്മാരൊക്കെ മോശമാണോ? അല്ല, എല്ലാവരും നല്ലവരാണ്. പക്ഷെ ആ ഭക്തന്മാരൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ ഞാൻ അവർക്ക് പ്രദാനം ചെയ്യും. ജ്ഞാനി നിത്യയുക്ത, ജ്ഞാനിക്ക് മാറ്റമില്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആ ഭഗവത് സാദൃശ്യം, സാമീപ്യം, സായുജ്യം മാത്രമാണ് ജ്ഞാനി ഭക്തൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഭക്തിയോഗചര്യയിൽ വിവിധമായിരിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. ആ ഭക്തിയിലൂടെയാണ് മുക്തി ലഭിക്കുന്നതും ഭുക്തി ലഭിക്കുന്നതും ഭക്തിയിലൂടെയാണ്. ഭുക്തി എന്ന ഭൗതിക സുഖങ്ങളും മുക്തി എന്ന മോക്ഷവും സാധിക്കാൻ ഭക്തിയാകുന്ന ഗുണം വേണം. ആ ഭക്തിയോഗം സാധാരണക്കാരിലേക്ക് ഈ ഭക്തിയോഗം സന്നിവേശിപ്പിക്കാനാണ് ക്ഷേത്രത്തിലുള്ള ക്ഷേത്രപ്രതിഷ്ഠയും ഈശ്വരോപാസനയും ക്ഷേത്ര ആരാധന ക്രമവും ഋഷീശ്വരന്മാർ തിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ആചാര്യൻ തൻ്റെ തപസ്സിൻ്റെ ഒരംശം ഒരു വിഗ്രഹത്തിലേക്ക് വിശേഷേണ സന്നിവേശിപ്പിച്ച് ലോകത്തിൻ്റെ ഹിതത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് പീഠത്തിൽ പ്രതിഷ്ഠിക്കുന്ന പ്രക്രിയയാണ് ഈ ദേവപ്രതിഷ്ഠ. അതിനുശേഷം ആ ക്ഷേത്രത്തിൽ നിത്യനിദാനങ്ങളെക്കുറിച്ച് ഇന്ന രീതിയിൽ നടക്കണം എന്ന പടിത്തര വ്യവസ്ഥയോടുകൂടി നിത്യനിദാനങ്ങൾ മുടക്കം വരാതെ നടക്കുമ്പോൾ ക്ഷേത്രം അഭിവൃദ്ധി പ്രാപിക്കും. അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ ആചാര്യ തപസ ആമ്നായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃത്തിസ്തു പഞ്ചത. ഒരു ക്ഷേത്രം അഭിവൃദ്ധി പ്രാപിക്കുന്നത് ആചാര്യൻ്റെ തപസ്സുകൊണ്ട്, ആമ്നായ ജപം വേദമന്ത്രാദികളുടെ ജപം കൊണ്ട്, നാമജപം കൊണ്ട്, ഇന്ന് നാം ചെയ്യുന്ന ഈ ക്രിയൊക്കെ ഇതിൽ വരുന്നതാണ്. നിയമേന, ക്ഷേത്രത്തിൽ ആചാരം നിശ്ചയിച്ച ചില നിയമങ്ങളുണ്ട്, നിത്യനിദാനങ്ങൾ, അതുകൊണ്ടും. ഉത്സവേന, ഒരു ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രതിഷ്ഠ ദേവതയുടെ മന്ത്രപുരസ്ചരണം നടക്കുന്ന വിശേഷമായ ആരാധനയുടെ കാലയളവാണ് ഉത്സവം. സവകല്യാണ സംയുക്തം സർവജന്തുഹിതാവഹം ഉദ്ഭൂതസ്തു സവോ യസ്മാത് തസ്മാത് ഉത്സവ ഉച്ചതേ. ഈ ക്ഷേത്ര ചൈതന്യത്തിൻ്റെ മേൽപോട്ടുള്ള നവോന്മേഷദായകമായ അനുഗ്രഹ കലയുടെ ഒഴുക്കാണ് ഉത്സവം എന്ന് പറയുന്നത്. അങ്കുരാദി, പടഹാദി, ധ്വജാദി തുടങ്ങിയ വിവിധ ഉത്സവങ്ങൾ നടക്കുന്നത് ഉത്തമോത്തമമായ ഉത്സവങ്ങളാണ്. ഈ ഉത്സവം കൊണ്ടും അന്നദാനേന, അന്നദാനം കൊണ്ടും ക്ഷേത്രം അഭിവൃദ്ധിയെ പ്രാപിക്കുന്നു. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ആചാര്യൻ, അർച്ചകൻ, ആരാധകൻ, 3 ബിന്ദുക്കളാണ്. ആചാര്യൻ്റെ സ്ഥാനം വിശേഷമായി ക്ഷേത്രത്തിലെ താന്ത്രികമായിരിക്കുന്ന ക്രിയകൾ, മറ്റു അനുബന്ധമായ കാര്യങ്ങളിൽ നിത്യനിദാനവും ശ്രദ്ധാഭക്തി പുരസരം അനുഷ്ഠിക്കുക. അർച്ചകൻ, പ്രതിഷ്ഠിതമായിരിക്കുന്ന ആ ചൈതന്യത്തിനെ ആചാര്യ നിർദ്ദേശപ്രകാരം നിത്യവും പൂജാതി കാര്യങ്ങളിൽ പരിപോഷിക്കുക. അതാണ് അർച്ചകൻ എന്ന മേശാന്തി അഥവാ ശാന്തി എന്ന് പറയുന്നത്. ആരാധകൻ, ആരാധകർ ഭക്തന്മാരാണ്. ആ ആരാധന എന്ന് പറയുന്നത്
എപ്രകാരമാണോ ഗുരുവിൽ നിന്ന് ഒരു ശിഷ്യൻ മന്ത്രം സ്വീകരിച്ച് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം നിത്യവും ഈ മന്ത്രാനുഷ്ഠാനം ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നിർവഹിച്ചു കഴിഞ്ഞാൽ നിത്യനിദാനങ്ങൾ ആചാര്യകൽപ്പന പോലെ ചെയ്യുന്ന ആളാണ് മേശാന്തി. അത് നിത്യവും അതേപോലെ ചെയ്യുമ്പോൾ സാധകനുണ്ടാകുന്ന അനുഭൂതിയെ പോലെ തന്നെ ക്ഷേത്രത്തിലെ ചൈതന്യം അഭിവൃദ്ധിയെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ ക്ഷേത്ര ചൈതന്യത്തിനെ സാധാരണക്കാരായിരിക്കുന്ന ഭക്തജനങ്ങളിലേക്ക് ആ അനുഗ്രഹ കല ലഭിക്കുന്നതിന് വേണ്ടി നാം ചെയ്യേണ്ടുന്ന 5 കാര്യങ്ങളുണ്ട്. മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു ഭക്തനും ക്ഷേത്രത്തിൽ വന്നാൽ ചെയ്യേണ്ട 5 കാര്യങ്ങൾ. നിരന്തരം ഇത് ചെയ്യുമ്പോഴാണ് ആ ക്ഷേത്ര ദേവതയുടെ ഉപാസകനായി ഒരു ഭക്തൻ മാറുന്നത്. 2 തരം ശുദ്ധികളെ പാലിച്ച് ക്ഷേത്രത്തിൽ വരണം. ശൗചം ദ്വിവിധം പ്രോക്തം ബാഹ്യമാഭ്യന്തരം തഥാ. ശരീരശുദ്ധി ഉണ്ടാവണം, മനഃശുദ്ധി ഉണ്ടാവണം. മനഃശുദ്ധി ഉണ്ടാവാൻ മന്ത്രം ജപിച്ചാൽ മതി. ശരീരശുദ്ധിക്ക് നമുക്ക് കുളിക്കാൻ സാധിക്കും. പക്ഷെ മനഃശുദ്ധിക്ക് നിരവധി മാർഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും ക്ലേശം കൂടാതെ ചെയ്യാവുന്നതാണ് നാമജപം. മന്ത്രങ്ങൾ 7.5 കോടി മന്ത്രങ്ങളാണ് ആമനായത്തിൽ പറയുന്നത്. ചില മന്ത്രങ്ങൾ ഗുരുപദേശം കൂടാതെ ജപിച്ചുകൂടാ, ഗുണത്തേക്കാൾ ദോഷം പ്രദാനം ചെയ്യും. എന്നാൽ എല്ലാവർക്കും ജപിക്കാവുന്ന വിവിധ മന്ത്രങ്ങൾ ഗുരുക്കന്മാർ പ്രദാനം ചെയ്തിട്ടുണ്ട്. അതിൽ പരമപ്രധാനമാണ് ശിവപഞ്ചാക്ഷര മന്ത്രം. വേദത്തിലും തന്ത്രത്തിലും ഒരുപോലെ ആരാധിക്കപ്പെടുന്ന മന്ത്രമാണ് ശിവപഞ്ചാക്ഷര മന്ത്രം. ഇതിന്റെ പൊരുൾ മനസ്സിലാക്കിയ ഗുരുദേവൻ ശിവശതകത്തിലെ പ്രാധാന്യം പറയുന്നു. ശിവ ശിവ നിൻ തിരുനാമമതോർത്തുകൊണ്ടാൽ എവിടെയും ഒന്നും അതിനു തുല്യമില്ല. ഇതു പലതും ഉള്ളിലറിഞ്ഞിരുന്നു ഞാൻ, ഇവിടെ ഈ വണ്ണമലഞ്ഞിടുന്നു കഷ്ടം. 108 പ്രാവശ്യമെങ്കിലും 2 നേരവും ഈ മന്ത്രം ജപിക്കുക. മനസ്സ് ശുദ്ധമായി തീരും. ചിത്തശുദ്ധി വന്നാലാണ് ഈശ്വര ചൈതന്യം തെളിയുന്നത്. 2 പ്രകാരത്തിൽ ശുദ്ധിയെ പാലിച്ചുകൊണ്ട് ഭഗവാനെ സമർപ്പിക്കുവാനുള്ള എന്തെങ്കിലും ദ്രവ്യവുമായി ക്ഷേത്രത്തിൽ വന്നാൽ 5 കാര്യങ്ങൾ ചെയ്യുക. വിശദീകരിക്കില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വന്ദനം, 2 കൈകൾ കൂപ്പി തൊഴണം. പ്രദക്ഷിണം, ഭഗവാന്റെ വലത്തുഭാഗത്തു കൂടി നമ്മുടെ ഇടത്തുഭാഗത്തു കൂടി പ്രദക്ഷിണം ചെയ്യണം. ഭഗവാനിലേക്ക് നാം അടുക്കുന്ന പ്രക്രിയയാണ് പ്രദക്ഷിണം. പദാത് പദാന്തരം ഗച്ഛേത്, ഒരു കാല് വെച്ച് മറ്റൊരു കാല് മുൻപിൽ ചേർത്ത് വെച്ച് ചെയ്യുന്ന പ്രദക്ഷിണം ഉത്തമോത്തമം. അതിന് സാധിച്ചില്ലെങ്കിൽ ഒരു പ്രസവകാലം അടുത്ത സ്ത്രീ ഒരു കുടം എണ്ണയുമായി എത്രയും വേഗതയിൽ സഞ്ചരിക്കുമോ ആ വേഗതയിൽ സഞ്ചരിക്കുക. കരവും ചലനവർജിതവും, കൈകൾ വീശി പ്രദക്ഷിണം ചെയ്യരുത്. ദേവതാഹൃതി, ദേവതയെ മനസ്സിൽ കാണണം. നാമം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യണം. വന്ദനം പ്രദക്ഷിണവും കഴിഞ്ഞ് ഈ പ്രദക്ഷിണങ്ങൾക്ക് ഓരോ ദേവതയ്ക്കും വിവിധ രീതികളുണ്ട്. ഏകം വിനായകേ ദ്വേ, ഏകം സൂര്യന് ഒന്നും, ദ്വേ വിനായകേ, ഏകം വിനായകേ ദ്വേ സൂര്യ, ഗണപതിക്ക് ഒന്നും സൂര്യന് 2, ത്രീണി ശങ്കരേ, ശിവന് 3. അരയാലിന് 7, ശാസ്താവിന് 5, സുബ്രഹ്മണ്യന് 6, ദേവിക്ക് 4 അഥവാ 7. ഇങ്ങനെ പ്രദക്ഷിണ വിധികളുണ്ട്. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ എല്ലാ ദേവതയ്ക്കും പൊതുവെ പറയുന്ന പ്രദക്ഷിണ രീതി 3 എണ്ണമാണ്. വന്ദനവും പ്രദക്ഷിണവും കഴിഞ്ഞാൽ നമസ്കരിക്കണം. അഹന്ത വെടിയുകയാണ്. നമ്മുടെ ദുരിതം ഏറ്റെടുക്കാൻ പ്രാപ്തരായവരെ മാത്രമേ നാം നമസ്കരിക്കാറുള്ളൂ. ഗുരുക്കന്മാരെയും സന്യാസിമാരെയും അച്ഛനമ്മമാരെയും ഈശ്വരനെയും നമസ്കരിക്കുക. സ്തോത്ര പഠനം. അത് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയി എത്രയും പെട്ടെന്ന് ഓടിപ്പോരുകയല്ല,
കുറച്ചു സമയം ആ സങ്കേതത്തിൽ ഇരുന്നോ നിന്നോ എങ്ങനെയെങ്കിലും ആ ദേവതയെ സ്തുതിക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങൾ, സ്തോത്രമോ കീർത്തനമോ ഒന്നും അറിയില്ലെങ്കിൽ ശിവപഞ്ചാക്ഷര മന്ത്രമെങ്കിലും അവിടെ ഇരുന്നോ നിന്നോ ജപിക്കുക. പ്രസാദ സ്വീകരണം, അഞ്ചാമത്തെ കാര്യമാണ് പ്രസാദ സ്വീകരണം. പ്രസാദം എന്ന വാക്കിന് സന്തോഷം അഥവാ അനുഗ്രഹം എന്നാണ് അർത്ഥം. ചന്ദനമോ പുഷ്പമോ നിവേദ്യമോ തീർത്ഥമോ ഏതെങ്കിലും പ്രകാരത്തിൽ ഭഗവാന് സമർപ്പിതമായതെല്ലാം പ്രസാദമാണ്. സമർപ്പിച്ചു കഴിഞ്ഞാൽ യജ്ഞ പ്രസാദമാണ്. യജ്ഞശിഷ്ടാശിന സന്തോ മുച്ചന്തേ സർവകിൽബിഷൈഹി. യജ്ഞത്തിൻ്റെ ശേഷം നമുക്ക് ലഭിക്കുന്നത് ആ പ്രസാദം സർവകിൽബിഷൈഹി, എല്ലാ പാപങ്ങളും ഹരിക്കുവാൻ പ്രാപ്തമാണ്. ചന്ദനം വലത് കൈയിലിട്ട് ഇടത് കൈയിൽ ഇട്ട് വലത് കൈയിൽ സ്വീകരിച്ച് ഇടത് കൈയിലേക്കാക്കി വലത് കൈയുടെ മോതിര വിരൽ കൊണ്ട് തൊടുക. പുഷ്പം ശിരസിൽ ചൂടുക. തീർത്ഥം കഴിക്കുക. നിവേദ്യ വസ്തുക്കൾ നിരത്തി വിടാതെ ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്നതിന് ശേഷം കഴിക്കുക. ഇങ്ങനെയാണ് പ്രസാദ സ്വീകരണത്തിൻ്റെ രീതികൾ. നിത്യേന നിയമേന ഒരു ഭക്തൻ ക്ഷേത്രത്തിൽ പോയി ഈ 5 കാര്യങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ അഭീഷ്ടങ്ങൾ സാധിക്കുകയും അന്തിമത്തിൽ ആ ദേവതാ സായുജ്യം അഥവാ അന്തിമമായിരിക്കുക നമ്മുടെ മോക്ഷ സാധനയും മോക്ഷ എന്ന അക്ഷയ സുഖത്തെ പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. ക്ലേശം കൂടാതെ സാധാരണക്കാർക്ക് ഈ കാലഘട്ടത്തിൽ ഈശ്വരോപാസനയ്ക്ക് വേണ്ടി ഋഷിമാർ പ്രദാനം ചെയ്ത പദ്ധതിയാണ് ഈ ക്ഷേത്രോപാസന. ഇവിടെ ഒരു മന്ത്രത്തിൻ്റെ സ്പന്ദനമാണ് ക്ഷേത്രത്തിലുള്ളത്. ഒരു മന്ത്രത്തിൻ്റെ വിവിധമായ ആചാരങ്ങളാണ് നടക്കുന്നത്. വിശേഷമായി ആരാധിക്കുന്ന ദേവതയാണ് സുബ്രഹ്മണ്യൻ. ഗണപതി, സൂര്യൻ, സുബ്രഹ്മണ്യൻ, ശൈവം വൈഷ്ണവം ശാക്തേയം. എള്ളിൽ എണ്ണ എന്ന പോലെ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തിനെ ഭക്തന്മാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഇഷ്ടദേവതാ രൂപത്തിൽ ആരാധിക്കുവാൻ 6 പ്രകാരത്തിൽ ഗുരുക്കന്മാർ പ്രദാനം ചെയ്തതാണ് ഷാൺമതം. ഗണപതി, സൂര്യൻ, സുബ്രഹ്മണ്യൻ, ശിവൻ, വിഷ്ണു, ശാക്തേയം, ദേവിമാരെല്ലാവരും. അങ്ങനെ തുടങ്ങിയ 6 സമ്പ്രദായങ്ങളേ ഉള്ളൂ. വേറെ ഏത് ദേവതകളുണ്ടെങ്കിലും ഈ 6ൽ സംഗമിക്കുന്നതാണ്. ഇതിനപ്പുറത്തേക്ക് വേറെ ഈശ്വരാരാധനയില്ല. സഗുണസാകാര ഉപാസനയിൽ ഇത് മാത്രമേ ഉള്ളൂ. ശിവനിൽ നിന്നും പരിവർത്തിതമായ ഗുരു സ്വരൂപമാണ് സുബ്രഹ്മണ്യൻ. ഈ 6 സമ്പ്രദായത്തിലെ ഏത് ഉപാസന ചെയ്താലും ഒരു ഭക്തന് ലഭിക്കേണ്ട ഭൗതികവും ആധ്യാത്മികമായ ഐശ്വര്യം നമുക്ക് ലഭിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ സുബ്രഹ്മണ്യ ഉപാസന പ്രസക്തി എന്ന് പറയുന്നത് ശിവനിൽ നിന്നും പരിവർത്തിതമായിരിക്കുന്ന ഗുരു സ്വരൂപമാണ് സുബ്രഹ്മണ്യൻ. അതുകൊണ്ട് തന്നെ സർവൈശ്വര്യങ്ങളുടെയും വിളനിലമാണ്. ഗുരുത്വം ഉണ്ടാകും, ശാസ്ത്രജ്ഞാനം ഉണ്ടാകും, ജ്ഞാനവിജ്ഞാനങ്ങൾ ഉണ്ടാകും. ജ്ഞാനം സാമാന്യജ്ഞാന, വിജ്ഞാന വിശേഷജ്ഞാനമാണ്. ഇത് രണ്ടും സുബ്രഹ്മണ്യ ഉപാസന കൊണ്ട് ലഭിക്കും. ശിവനെയും സുബ്രഹ്മണ്യനെയും ഗുരുദേവ 2ആയി കണ്ടിട്ടില്ല. തപ്തചാമീകരപ്രഖ്യം ശക്തിബാഹും ഷടാനനം മയൂരവാഹനാരൂഢം സ്കന്ദരൂപം ശിവം സ്മരേത്. ശൈവ ഷാൺമാധുര ദർശനം. ഒരു ശിവലിംഗത്തിൽ സാമ്പ്രദായികമായി ശിവപ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ കിഴക്കോട്ട് മുഖമാണെങ്കിൽ അവിടെ ശിവനും, തെക്ക് ഗണപതിയും, വടക്ക് പാർവതിയും, പടിഞ്ഞാറ് സുബ്രഹ്മണ്യനാണ് ശിവലിംഗത്തിൻ്റെ. ഇത് ഭാരതത്തിലെ ഋഷിമാരിൽ ഗുരുദേവൻ മാത്രമാണ് സാധാരണക്കാരിലേക്ക് ഈ സത്യം, ഈ പദ്ധതി അഭിവ്യക്തമാക്കി കൊടുത്തിട്ടുള്ളത്.
പൂത്തോട്ട ശ്രീനാരായണ വല്ലഭ ക്ഷേത്രത്തിൽ വർഷത്തിലൊരിക്കൽ പൂയം, കുംഭമാസത്തിലെ പൂയത്തിന് പടിഞ്ഞാട്ട് ശിവ നട തുറന്നാൽ അന്ന് സുബ്രഹ്മണ്യനായിട്ടാണ് ശിവലിംഗത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വന്ന നമശിവായ പഞ്ചാക്ഷമന്ത്രം ജപിച്ചാലും ഒരു പോരായ്മയില്ല. ആ ശിവനിൽ നിന്നും പരിവർത്തിതമായ ഗുരു സ്വരൂപനാണ് സുബ്രഹ്മണ്യൻ. അങ്ങനെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ഉപാസിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഒരവസരം ലഭിച്ച എല്ലാ ഭക്തന്മാരും നാടും സുഹൃത്തുക്കളാണ്. ആ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് ഒരു മന്ത്രത്തിന്റെ പുരസ്ചരണം ഗുരുവിൽ നിന്നും മന്ത്രം സ്വീകരിക്കുന്ന ഒരു ശിഷ്യൻ ആ മന്ത്രസാധന ചെയ്യേണ്ടത് ജപം, ഹോമം, തർപ്പണം, മാർജനം, സാധക ഭോജനം എന്ന പഞ്ചാംഗ പദ്ധതികളുണ്ട്. അതിലൂടെയാണ് ആ മന്ത്രത്തെ അഭിവൃദ്ധി പ്രാപിക്കുന്നത്. അതിനെ പുരസ്ചരണം എന്ന് പറയും. അക്ഷരലക്ഷം ജപിക്കുക. അത്തരത്തിൽ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന മന്ത്രചൈതന്യത്തിന്റെ ഒരു പുരസ്ചരണ പ്രക്രിയയാണ് നാം ഇന്ന് ചെയ്യുന്ന ഈ ലക്ഷാർച്ചന. മന്ത്രത്തെ ആവർത്തിക്കുകയാണ് സിദ്ധി വരാൻ വേണ്ടി ചെയ്യുന്നത് സാധകൻ. അതേപോലെ ആ മന്ത്രത്തെ കൂടുതൽ കൂടുതൽ ഉച്ചരിച്ചുകൊണ്ട് അർച്ചന ചെയ്യുമ്പോൾ ആ ക്ഷേത്ര ചൈതന്യ അഭിവൃദ്ധി പ്രാപിക്കുകയാണ്. നാളിതുവരെയുള്ള എല്ലാ പ്രകാരത്തിലുമുള്ള ജന്മജന്മാന്തരങ്ങളായിരിക്കുന്ന ദുരിതങ്ങൾ ഒരു മന്ത്രോപാസകൻ മന്ത്രം കൂടുതൽ ഉരുവിടുമ്പോൾ ലക്ഷം ജപിക്കുമ്പോൾ തീരുന്നു. അതേപോലെ ഒരു ക്ഷേത്രത്തിൽ ആ മന്ത്രത്തിനെ ആവർത്തിച്ച് അർച്ചന ചെയ്യുമ്പോൾ അത് കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന ഭക്തജനങ്ങളിലും നിലനിൽക്കുന്ന ജന്മജന്മാന്തരമായിരിക്കുന്ന ദുരിതങ്ങൾ ശമിക്കുകയും ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ലക്ഷാർച്ചന. ശാസ്ത്രത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ക്ഷേത്രേഷു തേജോവൃദ്ധ്യർത്ഥം നൃപാണാം വിജയായ ച രാഷ്ട്രസമ്പൽ സമൃദ്ധ്യർത്ഥം ദുഃഖശാന്ത്യർത്ഥമേവ ച ഈതി ബാധാ വിനാശാർത്ഥം രോഗശാന്ത്യർത്ഥമേവ ച കുര്യാത് ഭക്തജനൈഃ സാകം ലക്ഷകോട്യർച്ചനാധികം. ജന്മജന്മാന്തര ദുരിതങ്ങൾ തീരാനും ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകുവാനും ഭക്തജനൈഃ സാകം, ഭക്തജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ലക്ഷകോട്യർച്ചനാധികം. ല എന്നാൽ മൂലാധാരവും ക്ഷ എന്നാൽ സഹസ്രാരവുമാണ്. അപ്പൊ ലക്ഷം എന്ന് പറഞ്ഞാൽ വസ്തുതയ നമ്മളുടെ ചൈതന്യത്തിനെ, ശക്തിയെ ഉയർത്തി ഉണർത്തി സഹസ്രാരമാകുന്ന പത്മത്തിലേക്ക്, ശിവപദത്തിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയാണ്. ആ ലക്ഷം അർച്ചന ചെയ്യുമ്പോൾ മന്ത്രം ഒരു പുരസ്ചരണം ചെയ്യുകയാണ് നടക്കുന്നത്. സാധകം മൂലമന്ത്രസ്യ പുരസ്ചരണം ഉച്ചതേ. അങ്ങനെ ഒരു ക്ഷേത്രത്തില് പൂർണ്ണമായ അഭിവൃദ്ധി, പൗഷ്ടികമായിരിക്കുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഭക്തിയോഗ, രാജയോഗ, ജ്ഞാനയോഗ, രാജയോഗങ്ങളെല്ലാം, കർമ്മയോഗങ്ങളെല്ലാം സംഗമിക്കുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ അഭിവൃദ്ധിയുടെ ലക്ഷണമാണ്. അതിനുവേണ്ടി പുഷ്ടികരമായ, പൗഷ്ടികമായ താന്ത്രിക ക്രിയകൾ എന്തെന്ന് ശാസ്ത്രത്തിൽ പ്രത്യേകം വിശദീകരിക്കുകയാണ്. അഷ്ടദ്രവ്യയുതൈഃ കേരൈഃ യദ്വാ ത്രിമധുരാപ്ലുതൈഃ സർവവിഘ്നഹരം ഹോമം കുര്യാൽ ദേവ്യർച്ചനാമഭി. ഗണപതി ഹോമവും ഭഗവതി സേവയും ചെയ്യുക. കലൗ ചണ്ഡീ വിനായകൗ. ഈ കാലഘട്ടത്തിൽ ഈശ്വരാരാധനയ്ക്ക് എല്ലാ ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ ശ്രേഷ്ഠമാണ് ഗണപതി ഹോമവും ഭഗവതി സേവയും. സർവവിഘ്നഹരം ഹോമം, സർവപ്രകാരത്തിനുമുള്ള വിഘ്നങ്ങൾ തീരാനാണ് ഗണപതി ഹോമം. അത് അഷ്ടദ്രവ്യയുതൈഹി, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമായിട്ടും ത്രിമധുരാപ്ലുതൈഹി, ശർക്കരയും നാളികേരവും കദളിപ്പഴവും മാത്രം കൂട്ടിയിട്ടുള്ള ഗണപതി ഹോമമായാലും
ധനസ്ഥിതി പോലെ നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. ഇത് സർവവിഘ്നഹരം. ചതുർദശൈക പഞ്ചാശത് അഷ്ടോത്തരശതം തുവ ഭാഗ്യസൂക്തം മഹാഭാഗ്യസൂക്തം യുഗപത് പൃഥക് സംവാദസൂക്തം സപ്താഷ്ടവിംശദ്വാചൈകവിംശതി തത്തദ്ദൈവതസൂക്താനി വേദാംശ വിധിവൽജപേൽ. ആംനായ ജപം. ക്ഷേത്രത്തില് ആ ദേവതയുടെ പുരാണങ്ങളോ അഥവാ വിധിവത് ജപേൽ വേദാംശ വേദമന്ത്രങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഗണപതി ഹോമത്തിന് അന്തിമത്തിൽ ഭാഗ്യൈക്യമത്യ സൂക്തം കൊണ്ട് അർച്ചന. ക്ഷേത്ര അഭിവൃദ്ധിക്ക് ശാസ്ത്രത്തിൽ പറയുന്നതായിരിക്കുന്ന വേദസൂക്തമാണത്. അത് എത്ര ആവർത്തിക്കുന്നുവോ അത്ര കണ്ട് ഗുണത്തെ ശാസ്ത്രം ഘോഷിക്കുന്നു. അതാണ് ഭാഗ്യസൂക്തം മഹാഭാഗ്യസൂക്തം യുഗപത് പൃഥക്. സംവാദ സൂക്തം ഇതിന്റെ കൂടെ ഒരുമിച്ചോ അല്ലെങ്കിൽ പൃഥക് വേറെ ആയിട്ടോ. വിംശദ്വാ ഏകവിംശതി 21 പ്രാവശ്യമോ അതിലധികമോ ജപിക്കുക. തത്തദ്ദൈവത സൂക്താനി വേദാംശ വിധിവജ്ജപേൽ. പിന്നെയോ ഭാരതാനി ഇതിഹാസാനി മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങൾ. എല്ലാ ധർമ്മഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ദുഃഖനിവൃത്തിക്ക് വേണ്ടിയാണ്. ഇതെല്ലാം ദേവസന്നിധിയിൽ സ്വാധ്യായം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ക്ഷേത്രവൃദ്ധിയെ പ്രാപിക്കും. അതുകൊണ്ട് ആചാര്യൻ പറയാണ് ഭാരതാനി ഇതിഹാസാനി തത്തൈദൈവോചിതാനി വാ ഭക്തിവിശ്വാസപൂർവം തു പഠേൽ ദേവസ്യ സന്നിധൗ. ശ്രദ്ധാഭക്തി പുരസ്സരം ദേവസന്നിധിയിൽ ഈ പുരാണങ്ങളുടെ അല്ലെങ്കിൽ തത്തൽ ദേവതയ്ക്ക് ഉചിതമായിരിക്കുന്ന പുരാണങ്ങളോ തത്തൽ കീർത്തനങ്ങളോ തത്തൽ സന്നിധികളിൽ ചെയ്യണം. ജന്മകർമ്മ വിശുദ്ധാനാം ധർമാചാരാനുവർത്തിനാം വിപ്രാണാം പൂജനൈഹി ദിവ്യൈഹി അനുഷ്ഠാനൈഹി പുരോഹിതൈഹി. ഇത്തരത്തിലുള്ള ദിവ്യമായ അനുഷ്ഠാനങ്ങളെ കൊണ്ടും യഥോക്ത കലശൈഹി ക്ഷേത്രത്തിൽ അതാത് ദേവതകൾക്ക് പറയുന്ന കലശവിധാനങ്ങൾ 25 കലശം, ശതകലശം തുടങ്ങി 501 കലശം, സഹസ്ര കലശം, വിവിധ കലശാഭിഷേകങ്ങൾ. ദോഷേ സതി ദ്രവ്യാഭിഷേചനൈഹി എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ദ്രവ്യാഭിഷേചനൈഹി ദ്രവ്യകലശത്തോടു കൂടി അഭിഷേകം ചെയ്ത് ഭക്താനാം സന്നിധാനാച്ച ഭവേൽ ക്ഷേത്രസ്യ വർദ്ധനം. അന്തിമത്തിൽ ആചാര്യൻ പറയാണ് ഭക്താനാം സന്നിധാനാച്ച ഭക്തന്മാരുടെ സാന്നിധ്യം കൊണ്ടും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഭക്തന്മാരുടെ അസാന്നിധ്യത്തിൽ ഇതിന് പ്രസക്തി ഇല്ല എന്ന് പ്രത്യേകം പറയാണ്. ഭക്താനാം സന്നിധാനാച്ച ഭവേൽ ക്ഷേത്രസ്യ വർദ്ധനം. ഭക്തന്മാർ വന്നാലേ ക്ഷേത്രാഭിവൃദ്ധി പ്രാപിക്കുള്ളൂ. കാരണം ഭക്തന്മാർ വന്നാൽ നാമം ജപിക്കും. അപ്പൊ അവിടെ നടക്കുന്നത് മന്ത്രജപമാണ്. മന്ത്രം എന്ന് പറയുന്നത് മനനാൽ ത്രാണനാൽ മദ്രൂപസ്യ അവബോധനാത്. മനനം ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം. മദ്രൂപസ്യ അവബോധനാൽ ഞാൻ ആരാണെന്ന് ആർക്കറിയില്ല. ഞാൻ ചൂണ്ടിയത് ഷിബുവിനല്ല, ഓരോരുത്തരും തന്നിലേക്ക് ചൂണ്ടുക. ഞാൻ ആരാണ്? കോഹം. ആ ഞാൻ ആരാണെന്ന് നമ്മളെ അറിയിച്ചു തരാൻ പ്രാപ്തമാണ് ആര്? മന്ത്രം. വിവിധ മന്ത്രങ്ങൾ, എല്ലാ മന്ത്രങ്ങൾക്കും അതിൻ്റെ ശക്തിയുണ്ട്. അതുകൊണ്ട് മനനാൽ ത്രാണനാൽ മദ്രൂപസ്യ അവബോധനാൽ മരണം ചെയ്യുന്നവരെ ത്രാണം ചെയ്യുകയും തന്നെ തന്നെ മനസ്സിലാക്കി തരികയും ചെയ്യാൻ പ്രാപ്തമായിരിക്കുന്ന അപാരമായ ശക്തിമത്തായ അക്ഷരങ്ങളെ ഋഷി കൂട്ടിയോജിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് മന്ത്രങ്ങൾ. അത് ജപിക്കുമ്പോൾ അതിൻ്റെ സ്പന്ദന വിശേഷങ്ങൾ നമുക്ക് ശരീരത്തിൽ, പഞ്ചകോശങ്ങളിൽ, സെല്ലുകളിൽ, മനോതലത്തിൽ ഒക്കെ നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. മനോമയകോശം, അന്നമയകോശം, പ്രാണമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം, ഈ 5 കോശങ്ങളുണ്ട്. 5 കോശ ഉറകളാണ്.
അന്നമയകോശയേക്കാൾ ശരീരമാണ്. ആ ഒരു നീക്കിയാൽ പിന്നെ മനോമയമാണ്, സൂക്ഷ്മതലത്തിൽ മനോമയം, പിന്നെ പ്രാണമയമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ വിജ്ഞാനമയമാണ്. അന്തിമത്തിൽ ആനന്ദമയ കോശത്തിനുള്ളിലാണ് ഹൃദയ ഗുഹ, അതിലാണ് ഈശ്വരസ്ഥാനം. ഇനിയിപ്പോൾ ഈ ശരീരം മുഴുവൻ ഓപ്പറേഷൻ ചെയ്ത ഈ കോശങ്ങളൊന്നും കാണില്ല, അത് സൂക്ഷ്മതലത്തിലാണ്. അതിന് സാധാരണക്കാർക്ക് ഈ ബോധം ഉണ്ടാകുന്നതിലേക്ക് മന്ത്രജപം ചെയ്യണമെന്ന് ആചാര നിർദ്ദേശം. ആ സാധാരണക്കാരന് അതിനും സാധിക്കാതെ വരുമ്പോൾ ആ മന്ത്രചൈതന്യത്തിന്റെ സ്പന്ദനം തുളുമ്പുന്ന സങ്കേതത്തെ സൃഷ്ടിച്ചതാണ് ക്ഷേത്രം. നിത്യനിദാനത്തോടുകൂടി ശ്രദ്ധാഭക്തി പുരസരം ആ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ വ്യാപൃതനാകുമ്പോൾ, ആചാരാനുഷ്ഠാനങ്ങൾ ഭക്തിശ്രദ്ധാപുരസരം അനുഷ്ഠിക്കുമ്പോൾ ഐഹികവും ആമുഷ്മികവുമായ, ഭൗതികവും ആധ്യാത്മികവുമായ ഐശ്വര്യം ഒരു ഭക്തന് സിദ്ധിക്കുന്നു. ഇത്രയുമാണ് ഈ സത്സംഗത്തിൽ നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇവിടെ നടക്കുന്ന ഈ മഹാലക്ഷാർത്ഥന യജ്ഞം നാളെ ഉച്ചയ്ക്കാണ് സമാപിക്കുക. ഭഗവാന്റെ സഹസ്രനാമ നാമാവലികൾ 10 പേര് ഒരുമിച്ച് ചൊല്ലുമ്പോൾ 10,000 അങ്ങനെ 12 പേരാണ് ചൊല്ലുന്നത്. 9 അർച്ചന നാമാവലി കഴിയുമ്പോൾ 1,00,000-ലധികമായി. സഹസ്രനാമ സ്തോത്രം കൂടി ആലാപനം ചെയ്തിട്ട് ഈ നിറച്ചു വെച്ചിരിക്കുന്ന കലശത്തിൽ ഭഗവാനെ ആവാഹിച്ച് പൂജിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഭഗവാന്റെ പാദത്തിലേക്കാണ് ഈ മന്ത്രം ജപിച്ച് അർച്ചന ചെയ്യുന്നത്. ഭഗവാന് നടുവിലുള്ള കലശത്തിൽ ഭസ്മമാണ്. ഇടം വലവും ഒന്നിൽ മഞ്ഞൾപ്പൊടിയും മറ്റൊന്ന് സിന്ദൂരവുമാണ്. ഈ അർച്ചന കഴിയുമ്പോൾ നാളെ ഉച്ചപൂജയ്ക്ക് ഭഗവാന് വാദ്യഘോഷത്തോടു കൂടി ഇത് ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് ആദ്യം മഞ്ഞൾപ്പൊടിയും പിന്നെ സിന്ദൂരവും അന്തിമത്തിൽ ഭസ്മകലശവും ആടും. ആ ആടിയ ഭസ്മവും സിന്ദൂരവും മഞ്ഞൾപ്പൊടിയും ഭക്തന്മാർക്ക് ലക്ഷാർച്ചനയുടെ പ്രസാദമായി നൽകും. അതിനുശേഷം പഞ്ചമിഷ്ടി കലശാഭിഷേകവും സപരിവാര പൂജയും ശ്രീഭൂതബലിയും കഴിയുമ്പോൾ ഈ ലക്ഷാർച്ചന പൗഷ്ടികമായിരിക്കുന്ന ഈ താന്ത്രിക ഇവിടെ സമാപിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്രകാരത്തിലൊക്കെ പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും ഉത്തരോത്തരം അഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഗുരുപരമ്പരയോട് പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ നൈമിത്തികമായി നടക്കുന്ന കർക്കിടക മാസത്തിലെ ആചരണവും മാസികമായി നടക്കുന്ന ഐശ്വര്യ പൂജയിലും എല്ലാ ഭക്തജനങ്ങളും സർവാത്മന സഹകരിച്ച് പങ്കെടുക്കണം. അതിലൂടെ നമ്മളും നാടും വീടും ദേശവും ഉത്തരോത്തരാഭിവൃദ്ധിയെ പ്രാപിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്സംഗം നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി നമുക്ക് വളരെ ഭംഗിയായി പറഞ്ഞു തന്ന നമ്മുടെ ക്ഷേത്രം തന്ത്രി ഡോക്ടർ ഷിബുവിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ കൃതജ്ഞത അറിയിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ പോകാവൂ. ഭക്ഷണം എല്ലാവർക്കും തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ കാലത്ത് 7 മണിക്ക് നമ്മളുടെ അർച്ചന വീണ്ടും തുടങ്ങുന്നതാണ്. നാളെയും പ്രഭാത ഭക്ഷണത്തിന് എല്ലാവർക്കും ഉള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് എല്ലാവരും എത്തുക. നന്ദി, നമസ്കാരം.